ഒരാൾ തന്റെ കഴുതയുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ കഴുത ഒരു കുഴിയിലും അദ്ദേഹം അതിനെ രക്ഷിക്കാൻ കുറെ പരിശ്രമിച്ചു. പക്ഷെ നടന്നില്ല. കഴുതയാണെങ്കിൽ പ്രായം ചെന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ അതിലിട്ട് മൂടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെയും അയൽവാസികളെയും ഒക്കെ വിളിച്ചു കൊണ്ടുവന്നു ഈ വിഷയം പറയുകയും ആ കഴുതയെ അവിടെ മൂടാനുള്ള സഹായം അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. സുഹൃത്തുക്കളെല്ലാം കൂടി കച്ചറയും മണ്ണും ഒക്കെ ഇട്ട് അത് മൂടാൻ തീരുമാനിച്ചു. കുഴിയിൽ വീണ കഴുത ഒരുപാട് അലറി വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് താൻ പെട്ടുപോയ കുഴിയുടെ അഗാധ ഗർത്തം മനസ്സിലാക്കിയിട്ട് എന്തോ അത് പിന്നീട് ശബ്ദമൊന്നും ഉണ്ടായി. അങ്ങനെ ആളുകൾ കൂടി മണ്ണ് വാരിയിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഓരോ ചട്ടി മണ്ണിടുമ്പോഴും കഴുതയുടെ മേലിൽ വീഴുന്ന മണ്ണ് ശരീരം ഇളക്കിക്കൊണ്ട് മണ്ണ് മേലിൽ നിന്ന് താഴേക്കിടുകയും ബാക്ക് കാലുകൊണ്ട് ഒരു ഭാഗത്തേക്ക് തട്ടി പുറകിലേക്ക് തട്ടി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഓരോ ചട്ടി ഇടുമ്പോഴും കഴുത ഇത് തുടർന്നു. അങ്ങനെ കാലുകൊണ്ട് തട്ടി മാറ്റുന്ന മണ്ണ് ഒരു സ്റ്റെപ്പായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ആളുകൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ വീണ്ടും മണ്ണിടാൻ തുടങ്ങി. കഴുത തന്റെ മണ്ണ് തട്ടി ശരീരത്തിൽ നിന്ന് ഇളക്കിക്കളയുകയും ഒരു ചവിട്ടുപടിയായി രൂപപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഓരോ ചട്ടി മണ്ണ് വീഴുമ്പോഴും ആ സ്റ്റെപ്പിലേക്ക് കയറി അവസാനം തനിക്ക് പുറത്തു കടക്കാൻ കഴിയുന്ന ഒരു ഹൈറ്റിലായപ്പോൾ ആ കഴുത വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പുറത്തേക്ക് ചാടി. ഇത് കണ്ടു നിന്നവർ ആകെ അത്ഭുതപ്പെട്ടു. ഇതെന്താണ് കഥ എന്ന രീതിയിൽ അവർ അത്ഭുതത്തോടെ നോക്കി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചിലപ്പോൾ ജീവിതം നമ്മെ പടുകുഴിയിലേക്ക് താഴ്ത്തിയേക്കാം. പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒക്കെയായി കല്ലും മണ്ണും ചെളിയും ഒക്കെ നമ്മുടെ ദേഹത്ത് പുരണ്ടേക്കാം. അപ്പോഴെല്ലാം അതിനെ തട്ടിമാറ്റിക്കൊണ്ട് സ്റ്റെപ്പ് സ്റ്റോണായി ഉപയോഗപ്പെടുത്തി നമുക്ക് മുന്നേറാൻ കഴിയും. അങ്ങനെ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒക്കെ ചവിട്ടുപടികളാക്കി ആത്മവിശ്വാസത്തോടെ പരിശ്രമിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം.